വിശുദ്ധീകരണം എന്ന വിഷയത്തോട് അനുബന്ധിച്ചാണല്ലോ നാം ഈ ദിവസങ്ങളിൽ തിരുവചനം ഗ്രഹിക്കുന്നത്, പഠിക്കുന്നത്. സ്തോത്രം. അതിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഏജൻസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തിന്റെ മാധ്യമങ്ങൾ. ദൈവം എങ്ങനെയാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത്, അല്ലെങ്കിൽ തിരുവെഴുത്ത് വിശുദ്ധീകരണത്തിന്റെ മാധ്യമങ്ങളെ പറ്റി എന്താണ് പറയുന്നത് എന്നത്രേ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നാം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വിശുദ്ധീകരണം എന്നതിൻ്റെ അർത്ഥം വളരെ അടിസ്ഥാനപരമായിട്ടുള്ളത് ഗ്രഹിച്ചു, പഠിച്ചു. സെറ്റ് അപ്പാർട്ട്, മാറ്റിവെക്കുക, ഒത്തിരി നമ്മൾ കേട്ട് പരിചയിച്ച ഒരു പദമാണ്. ദൈവത്തിനായിട്ട്. സ്തോത്രം. അതായത് സെറ്റിംഗ് അപ്പാർട്ട് എ പേഴ്സൺ ഓർ എ തിങ് very particularly as the possession, private property, possession of God, and also for particular or special purpose. സ്തോത്രം. ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കാൻ, ദൈവത്തിൻ്റെ വകയായിരിക്കാൻ, ദൈവത്തിൻ്റെത് മാത്രമായിരിക്കാനും ദൈവത്തിൻ്റെ വിശേഷമായ ഉപയോഗത്തിനും വേണ്ടിയിട്ട് മാറ്റിവെക്കപ്പെടുക, വേർതിരിക്കപ്പെടുക എന്നതാണ് വിശുദ്ധീകരണത്തിന്റെ അർത്ഥം. നമ്മളത് പഠിച്ചു കഴിഞ്ഞതാണ്. ആ വിശുദ്ധീകരണത്തിന്റെ മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുകയാണ്. ഒന്നാമത്തെ ഭാഗം നമ്മൾ തന്നെ നമ്മെ വിശുദ്ധീകരിക്കണം. അത് നമ്മൾ ഇതുവരെ എടുത്തില്ല, ഏറ്റവും ഒടുവിലെ ആ ഭാഗം എടുക്കുന്നുള്ളൂ. എന്നാൽ നാം അല്ലാതെ നമ്മെ വിശുദ്ധീകരിക്കുന്ന ബാഹ്യ മാധ്യമങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സോ ഫോർ സാങ്ക്ടിഫിക്കേഷൻ there are generally two medias or agents, and one is ourselves. We have to cleanse ourselves, but we have not yet come to that point. That will be considered later. But now we are considering other agents, external agents, other than self, ourselves. നമ്മെ കൂടാതെ ബാഹ്യമായ മാധ്യമങ്ങൾ, നമ്മെ വിശുദ്ധീകരിക്കുന്ന ബാഹ്യ മാധ്യമങ്ങളെ പറ്റിയാണ് നാം ചിന്തിക്കുന്നത്. അതിലാണ് നമ്മൾ എത്രണ്ണം കണ്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒന്ന്, God himself is the one who sanctifies us. ദൈവം തന്നെയാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നതെന്ന് നമ്മൾ ഏറ്റവും ആദ്യം വായിച്ച വാക്യത്തിൽ നിന്നും മനസ്സിലാക്കി. 1 തെസ്സലോനിക്കർ 5:23 സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. സ്തോത്രം. യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നത് നമ്മൾ കേട്ടു. യോഹന്നാൻ 17:17 സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ കാണുന്നത് ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. അതെങ്ങനെയാ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്നത്? നമ്മൾ കണ്ടത് ദൈവം മാത്രമാണ് ഏക പരിശുദ്ധൻ. ദൈവമാണ് ഏക പരിശുദ്ധൻ. ആ ഏക പരിശുദ്ധനായ ദൈവത്തിന് മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ സ്വഭാവം നമ്മിലേക്ക് ഇട്ടു തരുവാനായിട്ട് കഴിയത്തുള്ളൂ. അതിനുവേണ്ടിയുള്ള ആഗ്രഹം നമ്മിൽ ജനിപ്പിക്കുന്നത്, അതിനുവേണ്ടി പരിശ്രമിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നത് എല്ലാം ദൈവം തന്നെയാണ്. സ്തോത്രം. അങ്ങനെയാണ് ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നത്. How does God sanctify us?
Because sanctification is initiated by the most holy God Himself. There is only one most holy person, as we read from Revelation 15, verse 4. You are the only one holy. You are the only holy one. You can read that verse once again. വെളിപ്പാട് 15-ന്റെ 4-ാമത്തെ വാക്യം. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധി നമസ്കരിക്കും. You are the only holy one. Thou only art holy. O Lord, who shall not fear thee and glorify thy name. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും, കാരണം നീയല്ലോ ഏക പരിശുദ്ധൻ. So our God alone is holy, and therefore sanctification can be initiated only by the holy God. No one else can do that. Only God can do that. So it is the Holy One God who is the example of holiness. The only Holy One God is the standard of holiness. The only one God, He Himself is the very example, media, source of holiness. He Himself is the one who initiates it, and He is the only one who demands it. Okay? He is the only source of holiness. God Himself is the only one holy person. He Himself is the one who initiates sanctification. He Himself is the only one who demands sanctification. He Himself is the one who, what do you say, strengthens us to be holy. Okay, He is the only one who motivates us to be. In that way, God is our sanctifier. സ്തോത്രം. ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്ന് നാം തിരുവെഴുത്തിൽ കാണും. എന്തുകൊണ്ട്? ദൈവം മാത്രമാണ് ഏക പരിശുദ്ധൻ. അതുകൊണ്ട് പരിശുദ്ധിയുടെ അല്ലെങ്കിൽ വിശുദ്ധീകരണത്തിന് മാതൃക നമ്മുടെ ദൈവം മാത്രമാണ്. വിശുദ്ധീകരണത്തെ കുറിച്ചുള്ള ആഗ്രഹം നമ്മിൽ ജനിപ്പിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. വിശുദ്ധീകരണത്തിനായി നമ്മെ ശക്തീകരിക്കുന്നത് ദൈവമാണ്. വിശുദ്ധീകരണത്തിനായി നമ്മോട് ആഹ്വാനം നടത്തുന്നതും ദൈവം മാത്രമാണ്. കൂടാതെ നമ്മെ വിശുദ്ധീകരിക്കുന്ന മറ്റ് സകല മാധ്യമങ്ങളുടെയും ഉറവിടവും ദൈവമാണ്. ആ നിലകളിലാണ് ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നത്. God becomes our sanctifier in these manners. I think you can follow me. സ്തോത്രം. അതുകൊണ്ടാണ് പലതരത്തിലുള്ള വിശുദ്ധീകരണം ഉണ്ടെന്ന് പൊതുവെ പഠിപ്പിക്കാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് 3 തരത്തിലുള്ള വിശുദ്ധീകരണം ഉണ്ട് എന്നാണ്. അതിലൊന്ന് പൊസിഷണൽ ഹോളിനെസ്, മറ്റൊന്ന് പ്രാക്ടിക്കൽ ഹോളിനെസ്, മറ്റൊരു സാങ്ക്ടിഫിക്കേഷന്റെ പേരാണ് the ultimate sanctification, that is glorification. Okay,
ultimate sanctification or glorification. പ്രധാനമായും 3 വിധത്തിലുള്ള അല്ലെങ്കിൽ വിശുദ്ധീകരണത്തിന്റെ 3 പടികൾ ഉണ്ടെന്നാണ് പറയുന്നത്. 3-ലധികം പഠിപ്പിക്കുന്നവരുമുണ്ട്. അവിടേക്ക് നമുക്ക് പിന്നീട് ഒരിക്കൽ വരാം. എന്നാലും ഈ വിഷയത്തോട് ചേർത്ത് പറയുന്നത് 3 അവസ്ഥകളെ പറ്റിയാണ്. ഒന്ന്, യേശുക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന വിശുദ്ധീകരണം, ക്രിസ്തുവിൽ ഉള്ള വിശുദ്ധീകരണം. അത് ദാനമാണ് കേട്ടോ, അത് ദാനമാണ്. രണ്ടാമത്തേത് പ്രായോഗികമായ വിശുദ്ധീകരണമാണ്. നമുക്ക് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നേടിയെടുക്കേണ്ട, നാം അനുവർത്തിക്കേണ്ടതായ എക്സ്പീരിയൻഷ്യൽ പ്രാക്ടിക്കൽ ഹോളിനെസ്, പ്രായോഗികമായ വിശുദ്ധീകരണമാണ്. മൂന്നാമത്തേത് ആത്യന്തികമായ വിശുദ്ധീകരണം. ആത്യന്തിക വിശുദ്ധീകരണത്തിന് ബൈബിൾ കൊടുക്കുന്ന മറുപേര് തേജസ്കരണമെന്ന്. തേജസ്കരണം അഥവാ ഗ്ലോറിഫിക്കേഷൻ. ഇതിൽ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്നത് ഒന്നാമത്തെ ഭാഗം യേശു ക്രിസ്തുവിൽ ഇറക്കി നിർത്തിയിട്ട് നമ്മെ വിശുദ്ധീകരിക്കുന്നു. പൊസിഷണൽ ഹോളിനെസ് ഈസ് ഗ്രാന്റഡ് ഫ്രീലി from our God. It's a gift. Positional holiness along with justification and cleansing is a gift of God for a repenting sinner. മാനസാന്തരപ്പെടുന്ന ഒരു പാപിക്ക്, യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുന്ന ഒരു പാപിക്ക്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു പാപിക്ക് ദൈവം ദാനമായി നൽകുന്നതാണ് യേശുക്രിസ്തുവിലുള്ള വിശുദ്ധീകരണം. അത് കഴുകലോടുകൂടെ, സ്തോത്രം, നമുക്ക് ലഭിക്കുന്നതാണ്. കഴുകലോടുകൂടെ ലഭിക്കുന്നതാണ്. സ്തോത്രം. ക്ലെൻസിങ്. അപ്പോൾ തന്നെ പ്രായോഗികമായ വിശുദ്ധീകരണത്തിൽ, പ്രാക്ടിക്കൽ ഹോളിനെസ്സിൽ ദൈവമാണ് നമുക്ക് അതിനുവേണ്ടിയുള്ള വാഞ്ച തന്ന് എന്നെപ്പോലെ നിങ്ങളാകുക എന്ന തൻ്റെ വിശുദ്ധിയെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി കാണിക്കുന്നത്. സ്തോത്രം. നമ്മുടെ മുമ്പിൽ നമ്മുടെ കർത്താവിന്റെ വിശുദ്ധിയെ വെളിപ്പെടുത്തി കാണിച്ചിട്ട് അതുപോലെ ആകാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നതും ദൈവം തന്നെയാണ്. പ്രായോഗിക വിശുദ്ധീകരണത്തിൽ അതിനുവേണ്ടി പരിശ്രമിക്കാനും അത് പ്രാപിക്കുവാനും ബലഹീനരായ നമ്മെ ശക്തിപ്പെടുത്തുന്നതും അതിൻ്റെ ഉറവിടവും ദൈവം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ഒടുവിൽ ആത്യന്തിക വിശുദ്ധീകരണമായ തേജസ്കരണത്തിലും ദൈവമാണ് നമ്മെ തേജസ്കരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മെ തേജസ്കരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന ഭാഗം നമ്മൾ മനസ്സിലാക്കുന്നു. God sanctifies us because it is God who grants us this positional sanctification in Christ when a sinner repents and believes on Christ, accepts the lordship of Jesus. When a sinner is submitted and committed for the lordship of Christ. Praise God. കേൾക്കുന്നില്ല? ഓക്കെ. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമ്മെ ശുദ്ധീകരിക്കുന്നത്, ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ ആ ശുദ്ധീകരണം യേശുക്രിസ്തുവിൽ സൗജന്യമായി നമുക്ക് നൽകുന്നത് നമ്മുടെ
പിതാവായ ദൈവമാണ്. സ്തോത്രം. So Father God sanctifies us positionally in Christ when a sinner believes, accepts Jesus Christ, and submits himself for the Lordship of Christ. And then throughout his Christian life, in practical sanctification, it is the very God who presents himself as the model of sanctification. It is God himself who presents himself as the object of sanctification. We have no other objects. We have no other objects. It is God himself. Stotra. God himself is presented as the very object of our life. Praise God. And it is God himself who strengthens us to strive for this sanctification. And finally, for the ultimate sanctification, it is God himself who grants us that glory we are waiting for. So in all these aspects, it is God who sanctifies us. ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്നു. പിന്നെ നമ്മൾ കണ്ടു ദൈവത്തിന്റെ വചനത്താലുള്ള വിശുദ്ധീകരണം. By the word of God, God sanctifies us, or the sanctification with the word of God. And thirdly, we saw what is yes, come on, you can unmute and tell. Jesus Christ. Christ sanctifies us. യേശു ക്രിസ്തു നമ്മെ വിശുദ്ധീകരിക്കുന്നു. മറ്റ് ബുദ്ധിമുട്ടുകൾ പ്രായോഗികമായിട്ടില്ലാത്തവർ വീഡിയോ ഓൺ ചെയ്ത് പുറത്തു വരിക. ഓക്കെ, ഡോണ്ട് ഹൈഡ് യുവർ സെൽഫ്. എസ്പെഷ്യലി ബാക്കി ദിവസങ്ങളിലൊക്കെ എക്സ്ക്യൂസ് ഞാൻ തരാറുണ്ട്. ബട്ട് ഓൺ സൺഡേ ഇറ്റ് cannot be excused. Yeah, if you are on duty in your duty place and all, then it's okay. Otherwise, come out, please. കാരണം നമുക്ക് മറഞ്ഞിരിക്കുമ്പം നമ്മുടെ ശ്രദ്ധയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഒക്കെയുള്ള ഒരു ടെംപ്റ്റേഷൻ നമുക്കുണ്ടാവും. കുറഞ്ഞ പക്ഷം വീഡിയോയുടെ മുമ്പിലാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കും. സ്തോത്രം. ഓക്കെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ചിലർ പിന്നെ പാസ്റ്റേഴ്സിനെ കാണിക്കാൻ വേണ്ടി ഓൺ ചെയ്ത് വെച്ചിട്ട് അങ്ങ് പോകും. ചിലർ കിടന്നുറങ്ങുന്നവരും ഉണ്ട്. 1-2 പ്രാവശ്യം ചിലരുടെ കൂർക്കം വലിയും കേട്ടു. പിന്നെ അവർ സമ്മതിച്ചു പിറ്റേ ദിവസമൊക്കെ. ഓക്കെ, ആ സമയത്തൊക്കെ സൂം പിന്നെ ഹോസ്റ്റിന് അല്ലെങ്കിൽ അഡ്മിനോ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം പിന്നെ അൺമ്യൂട്ട് ചെയ്യാൻ സൂംകാർ സമ്മതിക്കുന്നില്ല. ഓക്കെ, come on, thank you. So we have to be serious in God's presence. ദൈവ സാന്നിധ്യമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ തന്നെ, വെദർ ഇറ്റ്സ് ഓഫ്ലൈൻ ഓർ ഓൺലൈൻ, നമ്മളായിരിക്കണം എന്ന നിർബന്ധം കൊണ്ടാണ്. സ്തോത്രം. അത് കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. So thirdly, we have seen it is Jesus Christ who sanctifies us. 1 Corinthians chapter 1 and verse 30. 1 കൊരിന്ത്യർ 1-30 വാക്യം. യെസ്,
It is from him that you are in Christ Jesus, who become wisdom from God for us, our righteousness, sanctification, and redemption. Jesus Christ is presented here as our wisdom, righteousness, sanctification, and redemption. യേശു ക്രിസ്തുവിനെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വിശുദ്ധീകരിക്കുന്ന മാധ്യമമായിട്ട് മാത്രമല്ല, നമ്മുടെ വിശുദ്ധീകരണമായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ക്രൈസ്റ്റ് ഈസ് not only the agent of sanctification who sanctifies us, but rather he himself is our sanctification. യേശു ക്രിസ്തു നമ്മെ ശുദ്ധീകരിക്കുന്നവൻ മാത്രമല്ല, യേശു തന്നെ നമ്മുടെ ശുദ്ധീകരണം. അതെങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണുകയുണ്ടായി. പിതാവായ ദൈവം നമ്മുടെ പാപമെല്ലാം യേശുവിന്റെ മേൽ ചുമത്തി. യേശു നമ്മുടെ പാപമെല്ലാം തൻ്റെ മേൽ ചുമന്നു. പാപത്തിന്റെ ശിക്ഷ യേശു ഏറ്റെടുത്തു. യേശു ക്രിസ്തുവിന്റെ ജഡത്തിൽ നമ്മുടെ പാപത്തിന് ദൈവം ശിക്ഷ വിധിച്ചു. അതിന് യേശു ക്രിസ്തു സ്വയം തന്നെ സമർപ്പിച്ചു. അതുകൊണ്ട് യേശു ക്രിസ്തു നമുക്ക് ശുദ്ധീകരണമായി തീർന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു നമ്മെ വിശുദ്ധീകരിക്കുന്നു എന്ന് നാം കഴിഞ്ഞ ആഴ്ച കാണുകയുണ്ടായി. സ്തോത്രം. കാണുകയുണ്ടായി. അത് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. നമ്മൾ പാട്ടിലും നമ്മൾ പാടാറുള്ള ഒരു ഭാഗമുണ്ട്. Hebrews chapter 10 and verse 9 and also verse 10. ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. വേഴ്സ് നമ്പർ 14, 14ാമത്തെ വാക്യവും കൂടെ. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. സ്തോത്രം. ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ കാണുന്നു. നമ്മൾ അതിൻ്റെ 10ാമത്തെ വാക്യമാണ് സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം എന്ന പാട്ടിനകത്ത് പാടാറുള്ളത്. ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. By the which will we are sanctified through the offering of the body of Jesus Christ once for all. Once for all. ഒരിക്കലായി ആ once for all എന്നുള്ളത് തെറ്റിദ്ധരിക്കരുത്. We are sanctified once for ever എന്നല്ല. Okay, so many people misunderstand that once for all, that means once a person is sanctified, that is forever, and therefore he cannot be lost. Is a misdoctrine or a false doctrine. Here it is not for our sanctification that once forever, but it is for the sacrifice of Jesus once for all. Got it? It is not for our sanctification. We are sanctified forever. If that was the case, then there was no danger of backsliding. There was no danger of
slipping away from divine protection or salvation. ചിലരൊക്കെ പഠിപ്പിക്കുന്നത് പോലെ ഒരിക്കലായി, മലയാളത്തിൽ അത്ര വലിയ പ്രശ്നമില്ല, ഇംഗ്ലീഷിൽ അത് പറയുമ്പോൾ വൺസ് ഫോർ ഓൾ എന്നുള്ളതിനെ, ഒരിക്കലായി എന്നുള്ളതിനെ വിശുദ്ധീകരണത്തിന്റെ കാര്യത്തിലല്ല പറഞ്ഞിരിക്കുന്നത്, പകരം യേശുക്രിസ്തുവിന്റെ യാഗാർപ്പണ വിഷയത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു തെറ്റായ ഉപദേശം ഉള്ളത് കൊണ്ട് അതിനെ ഇവിടെ ഒന്ന് ഖണ്ഡിക്കുന്നേ ഉള്ളൂ. ചിലർ പഠിപ്പിക്കുന്നത്, ചിന്തിക്കുന്നത് ഒരിക്കൽ ശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞാൽ, ഒരിക്കൽ നീതീകരണം പ്രാപിച്ചു കഴിഞ്ഞാൽ, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പിന്മാറ്റം സംഭവിക്കില്ല, പിന്നെ നരകത്തിൽ പോകില്ല, ഒരിക്കൽ ജീവപുസ്തകത്തിൽ ഒന്ന് പേര് ചേർത്താൽ മതി, പിന്നെ അതൊരിക്കലും വെട്ടിക്കളയത്തില്ല. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അങ്ങ് സ്വർഗത്തിൽ എത്താം എന്ന് കരുതുന്നവർ ധാരാളമുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്. ആ ദുരുപദേശത്തിന് എതിരാണ് ഇവിടെ പറയുന്ന ഒരിക്കലായി എന്നത് യേശുക്രിസ്തുവിന്റെ യാഗമാണ് ഒരിക്കലായി കഴിക്കപ്പെട്ടത്. ആ ഒരിക്കലായി സകലർക്കും വേണ്ടി ഒരിക്കലായി കഴിച്ച യാഗത്താൽ നമുക്കെല്ലാവർക്കും ശുദ്ധീകരണം പ്രാപിക്കാം. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. അതല്ലാതെ ഒരിക്കൽ കഴുകൽ പ്രാപിച്ചാൽ ഇനി ഒരിക്കലും അഴുക്കാകത്തില്ലെന്ന് ആരും കരുതരുത്. സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷൻ, പ്രായോഗിക വിശുദ്ധീകരണത്തിന്റെ ആവശ്യകത. സ്തോത്രം. പ്രായോഗിക വിശുദ്ധീകരണത്തിന്റെ ആവശ്യകത. സ്തോത്രം. ചൈൽഡ് ബാപ്റ്റിസം ഈസ് സംതിങ് ഡിഫറെന്റ്. That cannot be linked with this one, but this is about some teachings, especially the teachings of Baptist Brethren churches. Baptist Brethren സഭകളുടെ ഒരു പഠിപ്പീരാണ് ഒരിക്കൽ ശുദ്ധീകരണം പ്രാപിച്ചാൽ, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ ഒരിക്കലും രക്ഷ നഷ്ടപ്പെടില്ല എന്നുള്ളത്. ഇന്ന് അത് പെന്തക്കോസ്ത് സഭകളിലേക്കും പല ന്യൂജൻ സഭകളും അത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത്. ആ ഒരു ബാപ്റ്റിസ്റ്റ് ബ്രദറൻ ഉപദേശം ഇന്ന് പെന്തക്കോസ്തുകാരിലും പലരിലും ഉണ്ട്. പല സഭകൾ, ചർച്ച് ഓഫ് ഗോഡിന്റെ തന്നെ ചില സഭകളിൽ ചിലരൊക്കെ വളരെ ശക്തമായിട്ട് ഇതിനു വേണ്ടി വാദിച്ചിട്ടുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് പറയുകയാണ്. സ്തോത്രം. ഒരിക്കലായി യേശുക്രിസ്തു കഴിച്ച ശരീരയാഗം, യേശുവിന്റെ ശരീരയാഗം വർഷാവർഷം ആവർത്തിക്കപ്പെടുന്നില്ല. കത്തോലിക്ക സഭകളുടെ, കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബായ സഭകളുടെ കുർബാന, ആ കുർബാനയും തെറ്റ് എന്ന് പറയുവാൻ ഉള്ള ഒരു കാരണം, അവർ വിശ്വസിക്കുന്നത് പെർപെച്വൽ സാക്രിഫൈസ് ഓഫ് ക്രൈസ്റ്റ് എന്ന്. Their Holy Communion, RC means Catholic Orthodox churches, Holy Communion is considered to be a perpetual sacrifice. തുടർമാനമായി അർപ്പിക്കപ്പെടുന്ന യാഗം എന്നാണ് അവർ കണക്കാക്കുന്നത്. എന്നാൽ തിരുവത്താഴത്തിൽ യേശുക്രിസ്തു ഓരോ പ്രാവശ്യവും യാഗമാക്കപ്പെടുന്നില്ല. യേശുക്രിസ്തുവിന്റെ യാഗം എത്ര പ്രാവശ്യത്തേക്കായിരുന്നു? ഓൺലി വൺസ്, ഒരിക്കൽ മാത്രമായിരുന്നു. പിന്നെയും യേശുവിനെ നമുക്ക് ക്രൂശിക്കാം കേട്ടോ. അത് തിരുവത്താഴത്തിലല്ല. നമുക്ക് യേശുവിനെ ക്രൂശിക്കാൻ പറ്റത്തില്ലേ? Can we crucify Christ again? സ്തോത്രം. കമോൺ, നിങ്ങളും കൂടെ ഒന്ന് വന്നോളൂ. സ്തോത്രം. Praise God. Yes, we can. എങ്ങനെയാ?
Hebrews chapter 6 and verses 4, 5 and 6. എബ്രായർ 6-ന്റെ 4, 5, 6 വാക്യങ്ങൾ. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരുമാകുകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. സ്തോത്രം. കണ്ടോ? In one word, backsliders can crucify Jesus again and again. ദൈവകൃപയെ ആസ്വദിച്ച വ്യക്തികൾ പിന്മാറിപ്പോകുന്നെങ്കിൽ അവരുടെ പിന്മാറ്റത്തിലൂടെ യേശുക്രിസ്തുവിനെ പിന്നെയും പിന്നെയും തങ്ങൾക്കായി തന്നെ ക്രൂശിക്കുന്നവരായിരിക്കും. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഓക്കെ. A backsliding person, a person comes to Christ and again he goes back to the worldliness, filthiness of the world. He will be or she will be crucifying Jesus, but not for all, but for self, himself or herself. That's a sin. That's a sin. Jesus' crucifixion for all and once was not a sin, but that was ordered by God, preordained by God. But a person crucifying Jesus again and again for himself is an absolute sin, sometimes for which there is no remission at all. Got it? യേശുക്രിസ്തു സകലർക്കും വേണ്ടി ഒരിക്കലായി ക്രൂശിൽ യാഗമായത് ദൈവത്തിന്റെ മുൻ അറിവിൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരമായിരുന്നു. എന്നാൽ സ്തോത്രം, യേശുക്രിസ്തുവിനെ പിന്മാറിപ്പോകുന്ന ഒരാൾ ക്രൂശിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയല്ല, തങ്ങൾക്കായിട്ട് തന്നെയാണ്. അവരവർക്ക് വേണ്ടി പാപം നിമിത്തം പിന്നെയും പിന്നെയും യേശുവിനെ ക്രൂശിക്കുന്നത് ക്ഷമിക്കപ്പെടാത്ത പാപമാണ്, മടങ്ങി വരാൻ കഴിയാത്ത പാപമാണ്. And therefore, let me urge you, my dear children of God, never ever be a person who crucifies Jesus Christ again and over again for ourselves by committing sins and slipping away from this salvation. രക്ഷാനുഭവത്തിൽ നിന്നും പിന്മാറിപ്പോയിട്ട് തങ്ങൾക്കായി തന്നെ യേശുവിനെ ക്രൂശിക്കുന്ന പാപികളായി നാം ആരും തീരരുതെന്ന് ദൈവാത്മാവിൽ ഞാൻ ദൈവജനത്തെ പ്രബോധിപ്പിക്കട്ടെ. അങ്ങനെയുള്ള അവസ്ഥകൾ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാറത്തടിച്ച് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൈവത്തിന്റെ സഭയെ പ്രബോധിപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മളാരും യേശുവിനെ ക്രൂശിക്കുന്നവരാകരുത്. മടങ്ങി വരുന്നു. കുർബാനയിൽ തിരുവത്താഴത്തിൽ യേശു പിന്നെയും പിന്നെയും ക്രൂശിക്കപ്പെടുകയല്ല, യേശുവിന്റെ ഒരിക്കലായിട്ടുള്ള യാഗത്തിന്റെ അനുസ്മരണം മാത്രമാണ്. Holy Communion is not a perpetual sacrifice of Christ, but that is a simple commemoration, remembrance of Jesus' sacrifice once and for all. Praise the Lord. So, നമ്മുടെ ശുദ്ധീകരണം ഒരിക്കലായിട്ട് മാത്രമല്ല, that should be perpetual. Our sanctification is not only for once, it is perpetual. അത് തുടർമാനമായി നടന്നുകൊണ്ടേയിരിക്കണം. എന്നാൽ യേശു ക്രിസ്തു കാൽവറിയിൽ കഴിച്ച ഏകയാഗത്താൽ
ഏകയാഗത്താൽ എന്ത് ചെയ്തു? നമുക്ക് ശുദ്ധീകരണം നൽകി തന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ആ ഇഷ്ടത്താൽ, ഏതിഷ്ടത്തിൽ? പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ. വൺസ് അഗെയിൻ ലെറ്റ് മീ കോട്ട് വൺ തിങ്, that the triune God is actively engaged in our sanctification, in our redemption, in our salvation. സ്തോത്രം. ത്രിയേക ദൈവം നമ്മുടെ വീണ്ടെടുപ്പിലും, സ്തോത്രം, നമ്മുടെ ശുദ്ധീകരണത്തിലും, പ്രൈസ് ഗാഡ്, നമ്മുടെ രക്ഷാപദ്ധതിയിലും ഒരുപോലെ ഏർപ്പെടുന്നു എന്നത് തിരുവെഴുത്ത് ആവർത്തിച്ചു പറയുന്ന കാര്യമാണ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നമ്മൾ അതിനെപ്പറ്റി പഠിച്ചത്? സ്തോത്രം. The triune God and our redemption. ആർക്കെങ്കിലും ചിലപ്പോൾ ഓർമ്മ കണ്ടേക്കാം. The Father purposes, the Son purchases, and the Spirit preserves. Yes, Malay. Yes, you are right. When we were studying on Ephesians 1:3-14. എഫേസ്യർ 1:3-14 വരെയുള്ള വാക്യങ്ങളെ കുറിച്ച് ഇറ്റ്സ് ഓൾമോസ്റ്റ് 1.5 years back. 1.5 കൊല്ലം മുമ്പായിരുന്നു നമ്മളത് പഠിച്ചത്. അബുദാബിയിലെ ഒരു ചർച്ചിൽ എഫേസ്യ ലേഖനം പഠിച്ച സമയത്ത് the Father purposed 3 P's. The Father purposed, the Son purchased, and the Holy Spirit preserves. പിതാവായ ദൈവം നമ്മുടെ വീണ്ടെടുപ്പ് ആവിഷ്കരിച്ചു, പദ്ധതിയിട്ടു, മുൻനിർണയിച്ചു. പുത്രൻ അത് തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. പരിശുദ്ധാത്മാവ് അതിനെ മുദ്രയിട്ട് സൂക്ഷിക്കുന്നു. ഇതാണ് നാം എഫേസ്യ ലേഖനം 1:3-14 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും പഠിച്ചത്. സ്തോത്രം. ഇപ്പോൾ അന്നുണ്ടായിരുന്നവർക്കൊക്കെ ഓർമ്മ കാണും. പത്രോസ് പറയുന്ന ഒരു കാര്യവും കൂടെ നമുക്ക് അതിനോട് ചേർത്തൊന്ന് നോക്കാം. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. 1 Peter chapter 1 verses 1 and 2. 1 പത്രോസ് 1:1-2. Peter, an apostle of Jesus Christ, to those chosen, living as exiles, dispersed abroad in Pontus, Galatia, Cappadocia, Asia, and Bithynia, chosen according to the foreknowledge of God. According to the foreknowledge of God the Father. Through the sanctifying work of the Spirit. Through sanctification of the Spirit. Be obedient and to be sprinkled with the blood of Jesus Christ. See the sprinkling of the blood of Jesus. Here also the triune God is very much engaged in our redemption. The Father foreknew, the Spirit sanctifies, and Jesus Christ cleanses, sprinkling of the blood of Jesus. ഇവിടെ പിതാവ് മുന്നറിഞ്ഞ് പരിശുദ്ധാത്മാവിന് വിശുദ്ധീകരിച്ച് പുത്രന്റെ രക്തം കൊണ്ട് തളിക്കപ്പെടുവാനാകുന്നവർക്ക്. എന്താ രക്തം കൊണ്ടുള്ള തളിപ്പ്? യേശു ക്രിസ്തു തന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്, ശുദ്ധീകരിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. So here also the triune God is very much engaged in our redemption. നമ്മുടെ വീണ്ടെടുപ്പിൽ ത്രിയേക ദൈവം ഇവിടെയും ഇടപെടുകയാണ്. എങ്ങനെയാ? പിതാവ് നമ്മെ മുന്നറിഞ്ഞു. നമ്മുടെ വിഷയം മറക്കരുത്, യേശു ക്രിസ്തുവിലൂടെയുള്ള വിശുദ്ധീകരണം. അതിനാണ് നാം എബ്രായർ 10-ാം അധ്യായത്തിൽ നിന്നും വായിച്ചത്. സ്തോത്രം. 11-ാമത്തെ വാക്യത്തിൽ, സ്തോത്രം, നാം 10-ാമത്തെ വാക്യത്തിൽ വായിച്ചത്
അതിന്റെ വിശദീകരണമാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. എങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ അല്ലെങ്കിൽ ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെടുന്നത്? ഇവിടെ കാണുന്നു, ആ ഇഷ്ടത്തിൽ. ഏത് ഇഷ്ടത്തിൽ? പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ഏതാ? പത്രോസിൽ നമ്മൾ ഇപ്പോൾ വായിച്ചത്, അവൻ മുന്നറിഞ്ഞു. പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം. എഫേസ്യർ 1:3 തൊട്ട് നമ്മൾ കണ്ടു, പിതാവായ ദൈവം നമ്മുടെ വീണ്ടെടുപ്പ് ആവിഷ്കരിച്ചു, പർപ്പസ് ചെയ്തു. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതിനെ എബ്രായ ലേഖന കർത്താവ് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്തിലെന്ന. വാട്ട് വാസ് ഗാഡ്സ് വിൽ? എന്തായിരുന്നു ദൈവത്തിന്റെ ഇഷ്ടം? ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ 2 ഭാഗങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു നമ്മൾ പാപികളായ മനുഷ്യർ ദൈവത്തിന്റെ, സ്തോത്രം, വിശുദ്ധിയിൽ പങ്കാളികളായി തീരണമെന്ന്. എനിക്ക് വളരെ ആനന്ദമുള്ള 2 കാര്യം പറയാം. സ്തോത്രം. ദൈവം എന്തെങ്കിലും തന്നില്ലെന്ന് പരാതിയുള്ളവർ ശരിക്ക് കേൾക്കണം ഇത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മോട് തോന്നിയ ഇഷ്ടം, ആ ഇഷ്ടത്തിൽ ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ 2 കാര്യം ഞാൻ പറയാം. ഒന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നാമത്തേത്, ദൈവത്തിന്റെ ജീവനിൽ ദൈവം നമ്മെ പങ്കാളികളാക്കുന്നു. 2, ദൈവത്തിന്റെ സ്വഭാവത്തിൽ ദൈവം നമ്മെ പങ്കാളികളാക്കുന്നു. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ ജീവനിൽ നമുക്ക് പങ്കാളിത്തം തരുന്നു. 2, ദൈവത്തിന്റെ സ്വഭാവത്തിൽ നമുക്ക് പങ്കാളിത്തം തരുന്നു. ദൈവം തന്റെ ജീവൻ നാമുമായി പങ്കുവയ്ക്കുന്നു. ദൈവം തന്റെ സ്വഭാവം നാമുമായി പങ്കുവയ്ക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ദൈവം തന്റെ ജീവൻ നാമുമായി പങ്കുവെക്കുന്നതിന് വേദപുസ്തകം പറയുന്ന പേരെന്താ? വേഗം വേഗം നിങ്ങൾ എന്റെ കൂടെ വന്നോളൂ. സ്തോത്രം. 2 major blessings we receive. One, God, we can partake in the life of God. Secondly, we can partake in the nature of God. Yes, mole. Stotram. What is biblical term for partaking in the life of God? And what is the term used for partaking in the nature of God? Sanctification is the name we use for being partakers of his nature. Yes. Yeah, for first one, as Jamal said or wrote, partaking in the life of God is, yes, eternal life. And partaking in the nature of God is sanctification, as Sister Susan said. ദൈവത്തിന്റെ ജീവനിലെ പങ്കാളിത്വത്തിന്റെ പേരാണ് നിത്യജീവൻ. അതാണ് നമ്മൾ പണ്ട് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളത്. എന്താണ് ദൈവത്തിന്റെ ജീവനെന്ന്? നിത്യജീവൻ. സ്വർഗത്തിലും അവസാനിക്കാത്ത ജീവനാണ്, നരകത്തിലും അവസാനിക്കാത്ത ജീവനാണ്. പക്ഷേ സ്വർഗത്തിലുള്ള ജീവന് മാത്രം നിത്യജീവനെന്നും നരകത്തിലുള്ള അവസാനിക്കാത്ത ജീവന് നിത്യ മരണമെന്നും പറയുന്നു. എന്തുകൊണ്ട്? കാരണം നിത്യജീവനിൽ, സ്തോത്രം, നാം ദൈവത്തോടൊപ്പമുള്ള ജീവിതമാണ് നയിക്കുന്നത്. ആ നിത്യജീവന്റെ വിശേഷത എന്താണ്? The very qualitative life of the very life of God.
Eternal life is not simply living forever. Okay? Eternal life doesn't mean the duration of life, but the quality of life. നിത്യജീവൻ എന്ന് പറയുന്നത് ആയുസ്സിന്റെ ദൈർഘ്യം കൊണ്ടല്ല അളക്കപ്പെടുന്നത്, പകരം ആ ജീവന്റെ മേന്മ കൊണ്ടാണ്, ആ ജീവന്റെ ഗുണമേന്മ കൊണ്ടാണ് ആ ജീവൻ നിത്യജീവൻ എന്ന് അളക്കപ്പെടുന്നത്. കാരണം എന്താ? ജീവന്റെ ദൈർഘ്യമാണെങ്കിൽ നരകത്തിലും അവസാനിക്കാത്ത ജീവനാണ്, സ്വർഗത്തിലും അവസാനിക്കാത്ത ജീവനാണ്. പക്ഷേ സ്വർഗത്തിൽ അവസാനിക്കാത്ത ജീവനെ നിത്യജീവനെന്നും നരകത്തിൽ അവസാനിക്കാത്ത ജീവനെ നിത്യ മരണമെന്നും വിളിക്കുന്നു. കാരണം എന്താ? രണ്ട് ജീവനിലും ഉള്ള മേന്മയുടെ വ്യത്യാസം, the difference in quality of life. നിത്യജീവനിലെ ജീവന്റെ വിശേഷത എന്താണ്? That is the very partaking in the very life of God. Praise the Lord. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ അതേ ജീവനിൽ നമുക്ക് ലഭിക്കുന്ന പങ്കാളിത്വമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. പ്രിയരെ, നമുക്ക് താൽക്കാലികമായ നന്മകൾ ചിലത് ദൈവം തന്നില്ലെന്ന് പറഞ്ഞാലും, നാം കൊതിച്ചത് ചിലത് കിട്ടിയില്ലെങ്കിലും ദൈവത്തോട് പിണങ്ങരുതാരും. Praise the Lord. പകരം ദൈവമേ, അങ്ങയുടെ ജീവനിൽ എനിക്ക് അങ്ങ് തന്ന സൗജന്യ പങ്കാളിത്വത്തിനായി സ്തോത്രമെന്ന് പറയുക മാത്രമല്ല, അതിന് സ്തോത്രം ഉള്ളവരായിരിക്കാനും നമുക്കിടയാകട്ടെ. ഹല്ലേലൂയ. Praise the Lord. So ദൈവം നമുക്ക് വേണ്ടി ഒരു ഇഷ്ടം വെച്ചു. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഹിതം, ആ ഹിതത്തിന്റെ രണ്ട് വശങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ദൈവത്തിന്റെ ജീവനിലും രണ്ട് ദൈവത്തിന്റെ സ്വഭാവത്തിലും, അതായത് ദൈവത്തിന്റെ വിശുദ്ധിയിലും നമ്മൾ പങ്കാളികളായി തീരുക. Praise the Lord. 2 Peter 1:4, 2 പത്രോസ് 1:4. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരും. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക. പാർട്ടേക്കേഴ്സ് ഓഫ് ദി ഡിവൈൻ നേച്ചർ. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക. എന്താണ് ദൈവത്തിന്റെ സ്വഭാവം? In one word, it is holiness. ദൈവത്തിന്റെ സ്വഭാവം വിശുദ്ധി. സ്തോത്രം. വിശുദ്ധി. നമുക്ക് ദൈവത്തിന്റെ സ്വഭാവത്തിൽ പങ്കാളികളാകാൻ ദൈവം ആഗ്രഹിച്ചു. നമ്മൾ അതിൽ പങ്കാളികളാകണമെന്ന് ദൈവം ആഗ്രഹിച്ചു. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ജീവനിലും ദൈവത്തിന്റെ സ്വഭാവത്തിലും നമ്മൾ പങ്കാളികളായി തീർന്ന് നിത്യജീവനുള്ളവരായും പിന്നെ വിശുദ്ധരായും തീരുവാൻ ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിച്ചു. This was God's will for us, that we may partake in the life as well as the nature of God. That means we may be partakers of eternal life and also of holiness. This was God's will for us. But again, what was God's will for us to grant this? And how did God plan to grant these things to us? ഇത് നമുക്ക് തരാൻ, ഏത്? നിത്യജീവനും വിശുദ്ധീകരണവും നമുക്ക് നൽകുവാൻ ദൈവം എങ്ങനെയാണ് ആഗ്രഹിച്ചത്? How did God will to grant us this eternal life and sanctification? Through Jesus Christ. Amen. യേശു ക്രിസ്തുവിലൂടെ. അതും എങ്ങനെ? സ്തോത്രം.
Let's come back to Hebrews 10. എബ്രായർ 10 നമുക്ക് മടങ്ങിയെത്താം. Verses 5 following. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്നവൻ പറയും. Praise the Lord. 4-ാമത്തെ വാക്യത്തിൽ നമ്മുടെ പാപങ്ങളെ നീക്കുവാൻ കഴിയാത്ത യാഗങ്ങൾ. In verse number 4, such sacrifices which could not take away our sins. Verse number 5, അവിടെ നമ്മൾ കാണുന്നത് 6 and 7. ഓക്കെ, അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? God did not please in burnt offerings and sacrifices of sins. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും പ്രസാദിക്കാത്ത ദൈവം, അവൻ പ്രസാദിച്ചില്ല. സ്തോത്രം, പ്രസാദിച്ചില്ല. Praise the Lord. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവം ഇച്ഛിക്കാഞ്ഞത് എന്താണ്? ദൈവം ഇഷ്ടപ്പെടാഞ്ഞത് ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. 5-ാം വാക്യം. 6-ാം വാക്യത്തിൽ സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. 3 ഇല്ല, ഇല്ല, ഇല്ല. 3 nops, no? The sacrifices which could not atone for sins. Second one, sacrifices God did not want. And again in verse 6, sacrifices in which God did not place. പാപത്തെ നീക്കാൻ കഴിയാത്ത യാഗങ്ങൾ 4-ാം വാക്യത്തിൽ, ദൈവം ഇച്ഛിക്കാത്ത യാഗങ്ങൾ 5-ാം വാക്യത്തിൽ, ദൈവം പ്രസാദിക്കാത്ത യാഗങ്ങൾ 6-ാം വാക്യത്തിൽ. സ്തോത്രം. എന്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. യു ആർ വിത്ത് മീ? മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ? സ്തോത്രം. ഓക്കെ, എന്നിട്ട് നൗ ഗാഡ്സ് വിൽ. അപ്പൊ ഇല്ലാത്ത, ഇല്ല, ഇല്ല, ഇല്ല എന്നുള്ള കാര്യങ്ങൾ 3 നമ്മൾ കണ്ടു. ഇനിയും എന്താണ് ദൈവം ആഗ്രഹിച്ചത്? ദൈവത്തിന്റെ ഇഷ്ടം എന്തായിരുന്നു? സ്തോത്രം. 1, വേഴ്സ് നമ്പർ 5, എന്താ ദൈവം ആഗ്രഹിച്ചത്? God prepared a body. ഒരു ശരീരം ഒരുക്കി. സ്തോത്രം. ആർക്കാ? യേശുവിന് വേണ്ടി ഒരു ശരീരം ഒരുക്കി. സ്തോത്രം. പിന്നെന്താണ്? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ സമർപ്പിക്കുന്ന പുത്രൻ. വേഴ്സ് നമ്പർ 7. എന്നിട്ടാണ് സ്തോത്രം, യാഗങ്ങളിൽ പ്രസാദിക്കാത്ത ദൈവം, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിൽ പ്രസാദിക്കാഞ്ഞ ദൈവം പുത്രനു വേണ്ടി ഒരു ശരീരം ഒരുക്കി. എന്തിനാണ് ആ ശരീരം ഒരുക്കിയത്? ആ ശരീരം യാഗമായി തീരാൻ, ആ ശരീരത്തിൽ പാപങ്ങൾ ചുമത്തപ്പെടാൻ, ആ ശരീരത്തിൽ പാപത്തിന്റെ ശിക്ഷ മുഴുവനും ഏൽപ്പിക്കുവാൻ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ഗാഡ്. പാവം കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും തലമേൽ അവ അറിയാതെ, അവ തിരിച്ചറിയാതെ സിംബോളിക്കായിട്ട് പാപം ചെയ്തവർ തങ്ങളുടെ പാപം അവയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവയെ യാഗം കഴിക്കുമ്പോൾ ദൈവം എന്താഗ്രഹിച്ചു? മിണ്ടാപ്രാണിയുടെ മേൽ അതറിയാതെ പാപം ചുമത്തി യാഗം കഴിക്കാനല്ല, പകരം ദൈവത്തിന്റെ പുത്രൻ സ്വയം
സമർപ്പിച്ചുകൊണ്ട്, തന്നെ താൻ ഏൽപ്പിച്ചുകൊണ്ട്, സ്തോത്രം, മനുഷ്യരുടെ പാപമെല്ലാം തന്റെ മേൽ ഏറ്റെടുക്കുവാൻ, മാനവകുലത്തിന്റെ പാപത്തിന്റെ ശിക്ഷ മുഴുവനും സ്വയം ഏറ്റെടുത്ത്, സ്തോത്രം, തന്റെ ശരീരത്തിൽ പാപത്തിന്റെ ശിക്ഷയേറ്റ് തന്റെ ശരീരത്തെ യാഗമാക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. പ്രൈസ് ദ ലോർഡ്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. കാളകൾ, ആടുകൾ പാവങ്ങൾ അറിയത്തില്ല അതിന്റെ തലയിൽ കൈവയ്ക്കുന്നത് എന്തിനാണെന്നോ ആരാണെന്നോ അതിനറിയില്ല. അറിഞ്ഞുകൂടാത്ത മിണ്ടാപ്രാണികളെ യാഗമാക്കുന്നതിന് പകരം പിതാവായ ദൈവം ആഗ്രഹിച്ചു, പാപമില്ലാത്ത ഒരുവൻ സ്വയം മാനവജാതിയുടെ പാപം തന്റെ മേൽ ഏറ്റെടുക്കണം. അറിയാതെയല്ല, കാള പാപം ഏറ്റെടുക്കുന്നത് പോലെയല്ല, സ്തോത്രം, പുത്രൻ സ്വയം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ പാപം തന്റെ മേൽ ഏറ്റെടുക്കണമെന്ന് പിതാവ് ആഗ്രഹിച്ചു. സ്തോത്രം. എപ്പോഴാഗ്രഹിച്ച ആഗ്രഹമായത്? ബിഫോർ ടൈം ബിഗാൻ, സകല കാലത്തിന് മുമ്പേ, സകല സൃഷ്ടിക്ക് മുമ്പേ. പ്രൈസ് ദ ലോർഡ്. പുത്രൻ ആ ഇഷ്ടം അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? തന്നെ താൻ കഴിഞ്ഞകാല നിത്യതയിൽ തന്നെ സമർപ്പിച്ചു. പിതാവേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എപ്പോൾ സമർപ്പിച്ചു? കുറഞ്ഞത് 3 പ്രാവശ്യത്തെ ഞാൻ പറയാം. സ്തോത്രം. ഒന്ന്, ഇൻ ദ ഇറ്റേണിറ്റി പാസ്റ്റ്, കഴിഞ്ഞകാല നിത്യതയിൽ തന്നെ പുത്രൻ പിതാവിന്റെ ഇഷ്ടത്തിനായി തന്നെ സമർപ്പിച്ചു. അങ്ങനെ സമർപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് പുത്രനെ നമുക്ക് വേണ്ടി രക്ഷിതാവായി ദൈവപിതാവ് പണ്ടേ നിയമിച്ചത്. സ്തോത്രം. 2, യേശു തന്നെ പിതാവിന്റെ ഇഷ്ടത്തിന് സമർപ്പിച്ചതായിരുന്നു കന്യകാജനനത്തിൽ. ഡ്യൂറിംഗ് ദ വിർജിൻ ബർത്ത്, ദാറ്റ് വാസ് ദ സെക്കൻഡ് കമ്മിറ്റ്മെന്റ് ഓർ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദാറ്റ്. ആ സമർപ്പണത്തിന്റെ 2ാം ഭാഗം നടന്നതായിരുന്നു എപ്പോൾ? ജഡധാരണത്തിൽ, വിർജിൻ ബർത്ത്, കന്യകാജനനത്തിൽ. അതിനുശേഷം ഒത്തിരി പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, എന്നാൽ അതൊന്നും ഞാൻ എടുക്കുന്നില്ല. ഫൈനലി ദാറ്റ് വാസ് ഇൻ ദ ഗാർഡൻ ഓഫ് ഗെത്സമനെ. ഏറ്റവും ഒടുവിലായി നടന്നത് ഗെത്സമനയില. ജീസസ് വാസ് വെരി ബാഡ്ലി ടെംപ്റ്റഡ് ടു സിൻ. വെരി കെയർഫുള്ളി പ്ലീസ് ലിസൺ. സ്തോത്രം. It is not a slip of tongue. Very deliberately I said, Jesus was very badly tempted to sin, to commit sin. പാപം ചെയ്യുവാൻ യേശു പരീക്ഷിതനായി. പക്ഷെ ഏതു പാപമാ? നമ്മൾ ചെയ്യുന്ന പാപങ്ങളല്ല കേട്ടോ. Going away from the will of the Father. Yes. അത് വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞ പദം, സ്തോത്രം, തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടരുത്. ഞാൻ അതിനാണ് പറഞ്ഞത്, വളരെ ശ്രദ്ധിക്കുക. യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവകാലത്ത് പാപം ചെയ്യുവാൻ യേശു പരീക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഞാൻ പറയും. പക്ഷേ ഏതു പാപം ചെയ്യാനല്ല? നമ്മൾ ചെയ്യുന്നത് പോലെയുള്ള പാപം ചെയ്യാനല്ല യേശു പരീക്ഷിക്കപ്പെട്ടത്. യേശു കള്ളം പറയാനും കട്ടെടുക്കാനും കള്ളു കുടിക്കാനും വ്യഭിചാരം ചെയ്യാനും ഒന്നുമുള്ള പരീക്ഷകളിൽ അല്ല അകപ്പെട്ടത്. അത് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയുള്ള പ്രലോഭനങ്ങളിൽ യേശു അകപ്പെട്ടില്ല. പക്ഷേ യേശുവിനുണ്ടായ പാപം ചെയ്യുന്നതിനുള്ള പ്രലോഭനമെന്ന് പറയുമ്പോൾ, യേശു എന്തുദ്ദേശത്തോടെ ജഡമെടുത്തു വന്നുവോ ആ ഉദ്ദേശത്തിൽ നിന്നും അകന്നു മാറാൻ യേശുവിന്റെ ഉള്ളിൽ
പ്രലോഭനമുണ്ടായി. അതുകൊണ്ടാണ് ഗെത്സമനയിൽ പുത്രൻ രക്തം വിയർപ്പുതുള്ളികൾ പോലെ താഴെ വീഴുന്ന അളവിൽ പ്രാർത്ഥിച്ചത്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. സ്തോത്രം. എന്തിനാ പുത്രൻ വന്നത്? ഈ 33 വർഷം എന്തിനാ ലോകത്തിൽ ജീവിച്ചത്? ഇതിനു വേണ്ടി ആയിരുന്നല്ലോ. സ്തോത്രം. യോഹന്നാൻ 17:19 ഇന്നലെ നമ്മൾ രാത്രി വായിച്ചതാണ്. ഇന്നിനിപ്പോ സമയം തീർന്നതുകൊണ്ട് വായിക്കുന്നില്ല, ഞാൻ പറഞ്ഞു വിടാം. ജോൺ 17:19 അവിടെ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ഇവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അതിന്റെ അർത്ഥം നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. എന്താണ്? സ്തോത്രം. ജീസസ് set himself apart to fulfill God's will. That means to be offered as an atoning sacrifice, to be offered as a propitiation for sins. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗമാക്കപ്പെടാൻ യേശു ക്രിസ്തു തന്നെ താൻ സമർപ്പിച്ച സമർപ്പണമാണ് നാം യോഹന്നാൻ 17:19 കാണുന്നത്. അതും കഴിഞ്ഞിട്ടാണ് യേശു ക്രിസ്തുവിന് ഗെത്സമനയിലെ പ്രലോഭനം ഉണ്ടായതും. യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പദ്ധതിയിൽ നിന്നും എന്നെ ഒന്ന് ഒഴിവാക്കണമെന്ന്. അതിനുള്ള പ്രലോഭനമാണ് യേശുവിനുണ്ടായത്. എന്താണ് ഇവിടുത്തെ പാപം? നോട്ട് yielding to the will of God. ദൈവത്തിന്റെ ഹിതത്തിന് അർപ്പിക്കപ്പെടാത്തതാണ് ഇവിടുത്തെ പാപം. സ്തോത്രം. വേറൊന്നുമല്ല, വേറെ അശുദ്ധികളൊന്നും ചെയ്യുന്നതല്ല. ദൈവേഷ്ടത്തിന് വിധേയപ്പെടാത്ത മനസ്സാണ് ഏറ്റവും വലിയ പാപം. കേട്ടോ, അങ്ങനെ ഒരു പാപം ചെയ്യാൻ യേശുവിന് ഗെത്സമനയിൽ വെച്ച് പ്രലോഭനമുണ്ടായി. എന്നാൽ പെട്ടെന്ന് യേശു അതിനെ അതിജീവിച്ചിട്ട്, സ്തോത്രം, വീണ്ടും പിതാവിന് തന്നെ സമർപ്പിച്ചു. Praise the Lord. That's why I usually say Gethsemane was the final place of commitment, the final place of volunteer commitment for the perfect and pleasing will of God. ദൈവത്തിന്റെ തിരുഹിതത്തിനായിട്ട് സമർപ്പിക്കപ്പെടാനുള്ള അന്തിമമായ തീരുമാനമെടുക്കുന്ന സ്ഥലമാണ് ഗെത്സമന എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ വെച്ച് പുത്രൻ പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു. ഏത് ഇഷ്ടത്തിന് വേണ്ടി? സ്വന്തം ഇഷ്ടത്താൽ പാപമില്ലാത്ത തന്റെ ശരീരത്തിൽ മനുഷ്യരുടെ പാപമെല്ലാം വഹിക്കുക, മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായി പാപമില്ലാത്ത തന്റെ ശരീരത്തെ ക്രൂശിൽ യാഗമാക്കി തീർക്കുക. അങ്ങനെ പിതാവിന്റെ ആ ഇഷ്ടത്തിന് പുത്രൻ കഴിഞ്ഞകാല നിത്യതയിലും കന്യകാ ജനനത്തിങ്കിലും അവസാനമായി ഗെത്സമനയിലും വെച്ച് തന്നെ താൻ സമർപ്പിച്ചു. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തതിനാൽ പിതാവ് നമ്മുടെ മുഴുവൻ പേരുടെയും പാപങ്ങൾ അവന്റെ മേൽ ചുമത്തി. യേശു തന്റെ ജഡത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു, തന്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കി. ആ ദൈവ ഇഷ്ടത്തിൽ യേശു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ പകലിൽ സ്തോത്രം, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ വിശുദ്ധീകരണത്തിന്റെ അനുഭവത്തെ നമുക്കൊന്ന് ഓർത്തുകൊണ്ട്, നമുക്ക് വേണ്ടി ശുദ്ധീകരണമായി തീർന്ന ക്രിസ്തു നിമിത്തം പിതാവിനെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് നമ്മെ വിശുദ്ധീകരണത്തിനായിട്ട് ഏൽപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവത്തിന്റെ ഇഷ്ടത്തിനായി പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്ത് യേശു ക്രിസ്തുവിനെ പോലെ മുൻപോട്ട് പോകാം. മറക്കരുത്, ദൈവം നമ്മെ തന്റെ ജീവനിലും തന്റെ സ്വഭാവത്തിലും പങ്കാളികളാകുവാൻ നിയമിച്ചു. സന്തോഷമുണ്ടോ ആ വിഷയത്തിൽ? ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രൂഢാരക ശംദര
റിക്തലാരജലഗടരഗജഗശ്യംദാരികെ റിക്തപൗഷകലജലഗസ്യ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ചരണങ്ങൾ നമുക്കൊന്ന് പാടാം. സ്തോത്രം. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം എന്നുള്ള അതിലെ സ്തോത്രം ആ ചരണങ്ങൾ. സ്തോത്രം. ഏതാണ്? യേശു ക്രിസ്തു തന്റെ യാഗത്താൽ, ആ ഇഷ്ടത്തിലുള്ള യാഗത്താൽ നമ്മെ ശുദ്ധീകരിച്ചു എന്ന് പാടുന്ന ആ ചരണങ്ങൾ. Praise. ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധ